ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് എക്സാമിനേഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്രയും വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനേഷന് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു എക്സാമിനേഷന് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.afcat.cdse.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ അഫ്കാറ്റിൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2025 സെക്ഷനിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം അഫ്കാറ്റിനെ അപേക്ഷിച്ചവർ ഈ ഒരു വർഷവും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഇവിടെ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കാൻഡിഡേറ്റ് ഫുൾ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID, അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലേന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡ് എടുത്താൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക്, അതായത് സൈൻ ഇൻ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും വന്നിട്ടുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു പാസ്വേഡ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലേന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. നിങ്ങളുടെ പാസ്വേഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ രണ്ട് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുക. ഒന്ന് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ഓൺലൈൻ ടെസ്റ്റ്, അതുപോലെ തന്നെ നാഷണൽ കാഡറ്റ് ക്രോപ്പ് സ്പെഷ്യൽ എൻട്രി. ഇങ്ങനെ രണ്ട് എൻട്രീസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നിങ്ങൾ ഏത് എൻട്രി വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം അഫ്കാറ്റ് എൻട്രി വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കാം. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലേന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, മെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആർ യു ഹാബിച്വലി വിയറിംഗ് ഗ്ലാസസ്, അതായത് കണ്ണട ഉപയോഗിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ID പ്രൂഫാണ്. ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്ത് നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ID കാർഡാണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം തൊട്ട് താഴെ ID കാർഡിൻ്റെ നമ്പറും ചോദിച്ചിട്ടുണ്ട്. അതായത് ഏത് ID ആണോ അവിടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു IDയുടെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് PABT അല്ലെങ്കിൽ CBS സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. അതല്ല ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ്. ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് അപ്പിയർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡു യു ഹാവ് കറണ്ട് വാലിഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അതായത് പൈലറ്റ് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ആർ യു സർവിങ് എയർമാൻ ഓഫ് IAF, അതായത് IAF ഇന്ത്യൻ എയർഫോഴ്സിലെ എയർമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മാരിജൽ സ്റ്റാറ്റസ്, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്,
എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലാണ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് നേരെ ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുക. അതല്ല ഗ്രാജുവേഷൻ പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ല ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ 3 ഓപ്ഷൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇവിടെ ഇപ്പം ഗ്രാജുവേഷൻ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് താഴെ നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ചോദിച്ചിരിക്കുന്നത് സെലക്ട് ഗ്രാജുവേഷൻ ലെവലാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ ലെവൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, അങ്ങനെ 4 സെക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുക. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. നിങ്ങൾ ജസ്റ്റ് അവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോയിൽ ഓപ്പണായി കാണിക്കുന്നതാണ് ഓരോ ഓപ്ഷൻസിലും ഏതൊക്കെ ഡിഗ്രീസാണ് ഇൻക്ലൂഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി ഏത് ഓപ്ഷനിലാണ് ഇൻക്ലൂഡ് ആകുന്നത് ആ ഒരു ഓപ്ഷൻ ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് സബ്ജക്റ്റിലാണ് പഠിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ ഏത് സ്ട്രീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രീം അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡ്യൂറേഷൻ, അതിനുശേഷം ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഏത് ദിവസമാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്ലോഗ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടും ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസിൽ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ +2ൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ +2ൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഗ്രിഗേറ്റ് +2ൽ എത്ര മാർക്ക് ഉണ്ടെന്നാണ്. അഗ്രിഗേറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് ഫിസിക്സിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് +2ൽ ഫിസിക്സിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ അഗ്രിഗേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഇവിടെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഈ ഒരു സെക്ഷനിൽ കാണിച്ചയക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിഫറൻസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം സെലക്ട് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC എയർ വിങ്ങിൻ്റെ C സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹാവ് യു അപ്പയർഡ് ഇൻ AFCB അല്ലെങ്കിൽ SSB ബിഫോർ, അതായത് SSB അല്ലെങ്കിൽ AFBയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡിഡ് യു കം ടു നോ എബൌട്ട് ഓപ്പണിംഗ്, അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോളജ് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഗേറ്റ് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻറ്റ് അഡ്രസ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷന്, പിൻകോഡ്, ആധാർ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് ബോക്സ് കാണിക്കുന്നതാണ്. അത് ടിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷനാണ്. ആ ഒരു ഡിക്ലറേഷനിൽ തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണിക്കുന്നതാണ്. അതിലും ടിക്ക് ചെയ്യുക. ഡേറ്റ് ഓൾറെഡി വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വലത്തെ സൈഡിലായിട്ട് പ്ലേസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഇവിടെ എക്സാം സിറ്റി പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 5 എക്സാം സെൻറ്റർ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 5 എക്സാം സെൻറ്റർ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഒരു കൺഫർമേഷനോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ഗേറ്റ് വേ വേണമെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് UPI, ഗൂഗിൾ പേ, പേടിഎം ഒക്കെ വഴി ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് എൻട്രിയുടെ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.